നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ചെയ്ത വിൽപത്രത്തെക്കുറിച്ചുള്ള വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. കമൻസുകളെല്ലാം കാണുന്നതിന് ഞാൻ കുറച്ച് താമസിച്ചു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി താമസിച്ചത്. അപ്പോൾ അതിൻ്റെ സംശയങ്ങൾക്കെല്ലാം ഓരോന്നിനും മറുപടി പറയാം. അതിനകത്ത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ വിൽപത്രം തയ്യാറാക്കുന്നത് വെള്ള പേപ്പറിൽ മതിയോ സ്റ്റാമ്പ് പേപ്പർ വേണമോ എന്നുള്ളതാണ്. വെള്ള പേപ്പറിൽ മാത്രമാണ് വിൽപത്രം തയ്യാറാക്കാറുള്ളത്. ചിലർ കൂടുതൽ ഉറപ്പിന് എന്ന് പറഞ്ഞ് പത്രവുമായിട്ട് വരാറുണ്ട്. അവർ തന്നെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി കൊണ്ടുവന്നിട്ട് ഇത് കുറച്ച് കൂടുതൽ ഉറപ്പിനായിട്ട് പത്രത്തിൽ ഇരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു കൂടുതൽ ഉറപ്പൊന്നുമില്ല കേട്ടോ. വെള്ള പേപ്പറിൽ മാത്രം തയ്യാറാക്കിയാൽ മതി. അതൊരു വാലിഡ് ഡോക്യുമെന്റ് തന്നെയാണ്. പേപ്പറിൽ വിൽപത്രം തയ്യാറാക്കാം. പിന്നെ അടുത്ത ഒരു സംശയം എന്ന് പറഞ്ഞാൽ അതെനിക്ക് സംശയം നല്ല വ്യക്തമായിട്ട് വായിക്കാൻ പറ്റിയില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയ അതിന്റെ മറുപടി പറയാം. കുഴിക്കാണമായി കിട്ടിയ പ്രോപ്പർട്ടി ധനനിശ്ചയം ചെയ്തു, അതിൽ പട്ടയ നമ്പർ ചേർത്തിട്ടില്ല. ഇനി അത് പിഴ തിരുത്തി പട്ടയ നമ്പർ ആഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ നിയമസാധുത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പട്ടയം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി അത് ചേർത്ത് നിങ്ങൾക്ക് ഒരു വിൽപത്രം ചമയ്ക്കാവുന്നതാണ്. അതിന് നിയമസാധുതയുണ്ട്. പക്ഷേ അതിൽ ഈ ധനനിശ്ചയ നമ്പറും അതിന് മുൻപ് ഈ പട്ടയം കിട്ടിയ നമ്പറും, ആ പട്ടയം കിട്ടി അതിനുശേഷം ഇത്ര നമ്പറായി ഒരു ധനനിശ്ചയം ചമച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് പട്ടയ നമ്പറും ധനനിശ്ചയ നമ്പറും ചേർത്ത് നിങ്ങൾക്കൊരു വിൽപത്രം ചമയ്ക്കാവുന്നതാണ്. അതിന് ലീഗാലിറ്റി ഉള്ളതാണ്. പിന്നെ മറ്റൊരു സംശയം, ഒരു FD ഇട്ടാൽ അതിനകത്ത് എയ്തർ ഓർ സർവൈവർ വെച്ചാൽ നോമിനിക്ക് ക്യാഷ് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ FDയിൽ സാധാരണ എയ്തർ ഓർ സർവൈവർ എന്നൊരു ഓപ്ഷൻ ഉള്ളതായിട്ട് അറിയില്ല. അത് ജോയിന്റ് അക്കൗണ്ടിലാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. FD എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കാലത്തേക്ക് നമ്മൾ പൈസ ബാങ്കിൽ അക്കൗണ്ടിൽ ഇടുന്നതാണ്. ഒരു 5 വർഷം അല്ലെ 2 വർഷം 1 വർഷം. അപ്പൊ അങ്ങനെ ഇടുമ്പോൾ എയ്തർ ഓർ സർവൈവർ ഇല്ല. കാരണം ഞാനിപ്പോൾ ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടാൽ അത് എൻ്റെ പേരിലാണ് കിടക്കുന്നത്. അതിൽ നമ്മൾ നോമിനി വയ്ക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ എയ്തർ ഓർ സർവൈവർ ഇല്ല. അത് ജോയിന്റ് അക്കൗണ്ടിൽ മാത്രമാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ ഈ എയ്തർ ഓർ സർവൈവർ വയ്ക്കുന്നത് ജോയിന്റ് അക്കൗണ്ടിൽ വയ്ക്കുക. അത് ജീവിച്ചിരിക്കുന്ന ആൾക്കോ 2 പേരുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ ഒരാൾ മരിച്ചുപോയാൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. FDയിൽ എന്ന് പറഞ്ഞാൽ നോമിനിയാണ്. ആ നോമിനിക്ക് പൈസ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ നോമിനിയെ ഒരാളെ നിയമിച്ചാൽ തന്നെയും ലീഗൽ ഹെയർസിന്റെ എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട തുകയാണ് ഈ നോമിനി ചിലപ്പോൾ എടുത്ത് ചെലവഴിക്കുന്നത്. കാരണം എടുത്ത് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില ബാങ്കുകാർ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാതെ തന്നെ നോമിനിക്ക് കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഈ എടുത്ത് ചെലവാക്കിയ നോമിനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇപ്പോഴൊക്കെ ബാങ്ക് മാനേജർമാർ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റ് അല്ല, അവരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അവരുടെയും കൂടി അനുവാദത്തോടെ മാത്രമാണ് ഈ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ FD അക്കൗണ്ടിലെ തുക കൊടുക്കാറുള്ളത്. അതാണ് അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ. പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇതിന്റെ മ്യൂട്ടേഷനെ സംബന്ധിച്ച്, അതായത് വിൽപത്രത്തിന്റെ മ്യൂട്ടേഷനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ പുതിയ ഓർഡറിനെ കുറിച്ചാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ലീഗൽ ഹെയർസ് സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർസിന്റെ നോ ഒബ്ജക്ഷൻ വാങ്ങിക്കൊണ്ട് വരുമ്പോഴാണ് മ്യൂട്ടേഷൻ നടത്തി കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരു വിൽപത്രം രജിസ്റ്റേർഡ് വില്ല് ആണെങ്കിൽ കൂടി മ്യൂട്ടേഷന് വേണ്ടി വില്ലേജ് ഓഫീസുകളിൽ കൊണ്ടു ചെല്ലുമ്പോൾ ലീഗൽ ഹെയർസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും അവർക്കെല്ലാം നോട്ടീസ് അയക്കുകയും 30 ദിവസം പീരീഡ് ഇവർ മ്യൂട്ടേഷന് വേണ്ടി ആവശ്യപ്പെടുകയും ഈ 30 ദിവസത്തിനുള്ളിൽ മറ്റ് അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒബ്ജക്ഷൻ ബോധിപ്പിക്കാനുള്ള ഒരു സമയം അനുവദിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സമയം അനുവദിച്ചു കൊടുത്തതിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നല്ല അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ പലരും പറയുന്നു, അപ്പോൾ ഈ വിൽപത്രം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ, എന്തിനാണ് വിൽപത്രം എഴുതുന്നത്? അങ്ങനെ ആരും ധരിക്കേണ്ട. വിൽപത്രം വാലിഡ് ആണെങ്കിൽ, അത് ലീഗലി ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വാലിഡിറ്റി ഉണ്ട്. പക്ഷെ മ്യൂട്ടേഷന്റെ കാര്യത്തിൽ ഇത്തിരി കാലതാമസം വരുന്നു എന്ന് മാത്രം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 4 മക്കളുള്ള ഒരാൾക്ക് ഒരു അമ്മ ഒരു വിൽപത്രം ഒരാൾക്ക് എഴുതി വെച്ചു. അത് മ്യൂട്ടേഷന് കൊണ്ടു ചെന്നു. അപ്പോൾ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. അപ്പം മറ്റു മക്കളും കൂടി അതിനകത്ത്
നോ ഒബ്ജക്ഷൻ ബോധിപ്പിക്കാൻ സമയം കൊടുത്തു. അപ്പോൾ ഒരാൾ കൊണ്ടുചെന്ന് ഒരു ഒബ്ജക്ഷൻ പറയുകയാണ്, എനിക്കിത് മ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് നേരത്തെ തന്നിട്ടുണ്ട്, എനിക്ക് അതിനകത്ത് ഇന്ന റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ റൈറ്റ് പ്രൂവ് ചെയ്യുക കൂടി വേണം. അല്ലാതെ വെറുതെ ചെന്നൊരു ഒബ്ജക്ഷൻ പറഞ്ഞ് ഒരു മ്യൂട്ടേഷന്, അതായത് കരമടച്ച് കൊടുക്കുന്നതിന് ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടിങ്ങി പോരാൻ പറ്റില്ല. എനിക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് ഞാൻ അത് പ്രൂവ് ചെയ്യണം, ഡോക്യുമെന്റ് പ്രകാരം പ്രൂവ് ചെയ്യണം. അല്ലാതെ എനിക്ക് ചെന്ന് വെറുതെ ഒരു മുടക്കടി ഉണ്ടാക്കി കരമടച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അയാൾക്കുള്ള അവകാശം അയാൾ സ്ഥാപിച്ചാൽ മാത്രമേ ഈ പോക്കുവരവിന് ഒരു തടസ്സം നേരിടുന്നുള്ളൂ. അപ്പം പിന്നെ അതിനകത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നു, അവരെ നോട്ടീസ് അയക്കുന്നു, അവർ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലതാമസം, പിന്നെ വില്ലേജ് ഓഫീസുകളിൽ തടസ്സം പറയാനായിട്ടൊരു കാരണം, അവർക്ക് കാലാവധി നീട്ടിക്കൊണ്ടു പോകാൻ ഒരു കുറച്ചും കൂടി ഇത് ലാഗാക്കി കൊണ്ടുപോകാനൊരു സാവകാശം കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഓർഡർ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത്. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാലതാമസം വരുന്നു എന്നല്ലാതെ ഈ എഴുതിയ വിൽപ്പത്രത്തിന് യാതൊരു വിലയും ഇല്ലെന്നോ ആർക്കും എന്തും അതിനകത്ത് ആക്ഷേപം ബോധിപ്പിക്കാമെന്നോ അങ്ങനെയൊന്നും യാതൊരു അർത്ഥവുമില്ല. വെറുതെ ചെന്ന് ഒരാക്ഷേപം ബോധിപ്പിക്കാൻ പറ്റില്ല. അയാളുടെ റൈറ്റ് പ്രൂവ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഈ 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെന്നിട്ട് നമ്മുടെ ഈ വിൽപ്പത്ര പ്രകാരം നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് കരമടച്ചു തരണം, അഥവാ അപ്പോഴും നിങ്ങളോട് വില്ലേജ് ഓഫീസറോ മറ്റോ അതിന് തടസ്സം പറയുകയാണെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് റിട്ടേൺ ആയിട്ട് എഴുതി തരാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അതുകൊണ്ട് ഈ പുതിയ ഓർഡർ വന്നതിന്റെ പുറത്ത് ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിയമപരമായി കിട്ടിയ വിൽപ്പത്രമാണെങ്കിൽ അത് നിയമസാധുതയുള്ളത് തന്നെയാണ്. പിന്നെ കരമടയ്ക്കുന്നതിൽ മ്യൂട്ടേഷനിൽ കുറച്ച് താമസം വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറുതെ ഇതിനൊരു തടയിടാൻ, തടസ്സം ചെയ്യാൻ ഒരു ലീഗൽ കേസിനും അനുവാദമില്ല. ഇത്രയുമാണ് ഈ വിൽപ്പത്രത്തിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച സംശയത്തിന്റെ മറുപടിയായിട്ട് പറയാനുള്ളത്. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സംശയങ്ങൾക്ക് തീർച്ചയായും മറുപടി പറയുന്നതാണ്. താങ്ക് യു.